PFI ഭീകരവാദികൾക്ക് CPM-ൽ സംരക്ഷണമൊരുക്കി ഉന്നത കേന്ദ്രങ്ങൾ. നിരോധനത്തിന് മുൻപും ശേഷവും മതഭീകരവാദികൾക്ക് തണലൊരുക്കിയതിൽ പാർട്ടിയിലെ പ്രധാന നേതാക്കൾക്കും പങ്കുണ്ടെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. CPM-ലടക്കം PFI ഭീകരവാദികൾ നുഴഞ്ഞുകയറിയെന്ന സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടും ചവറ്റുകുട്ടയിലിട്ടത് നേതൃത്വത്തിൻ്റെ അറിവോടെ എന്നും വ്യക്തമാവുകയാണ്. CPM-ൽ നിർണായക സ്വാധീന ശക്തിയായി PFI ഭീകരവാദികൾ മാറിയിരുന്നു. മതഭീകരതയെ തലോലിക്കുന്ന ഇടതു വലതു മുന്നണികളിലെ പ്രധാന കക്ഷികളിലും ഘടക കക്ഷികളിലുമടക്കം PFI ഭീകരവാദികൾ എത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റവും അധികം മതഭീകരവാദികൾ നുഴഞ്ഞുകയറിയിട്ടുള്ളത് CPM-ലാണ്. ഇതിന് ചില നേതാക്കൾ ചുക്കാൻ പിടിച്ചതിന്റെയും അതിന് ലഭിച്ച പ്രത്യുപകാരങ്ങളുടെയും വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാർട്ടിയിലെ ഭീകരവാദികൾക്ക് സംരക്ഷണമൊരുക്കിയത് CPM-ലെ ചില ഉന്നത കേന്ദ്രങ്ങളാണ്. ഭീകരവാദികൾക്ക് വഴി തുറക്കുന്നതിനെ ഒരു വിഭാഗം ശക്തമായി എതിർത്തിരുന്നെങ്കിലും അവരുടെ എതിർപ്പുകളെയും തള്ളിയാണ് PFI ഗ്രൂപ്പുകൾ വലിയ ഗ്രൂപ്പുകളായി എത്തിയിട്ടും നേതൃത്വം കണ്ണടച്ചത്. 2022 സെപ്റ്റംബർ 28-നാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. ഇതിന് പിന്നാലെ ഏറ്റവും സുരക്ഷിത താവളമെന്ന് മനസ്സിലാക്കി CPM-ലേക്ക് എത്താൻ രഹസ്യയോഗങ്ങളിൽ പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു. PFI-യുടെ രാഷ്ട്രീയ രൂപമായ SDPI-യെ മറയാക്കിയായിരുന്നു പിന്നീടുള്ള അണിയറ നീക്കങ്ങൾ. അതിതീവ്ര നിലപാടുകളുള്ള മതമൗലികവാദികൾ പലരും SDPI വഴി CPM-ലെത്തി. പിന്നാലെ വിവിധ പാർട്ടി ഘടകങ്ങളിലെ തീരുമാനങ്ങളിൽ കൈകടത്താൻ കഴിയുന്ന സ്വാധീന ശക്തികളായി മാറുകയായിരുന്നു. PFI-ക്ക് കൊടപിടിക്കുന്ന നേതാക്കൾക്കെതിരെ പാർട്ടിയിലെ സാധാരണ അണികളിൽ മുറിവുറുപ്പ് ശക്തമാണ്. ജനം, കൊച്ചി.